إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനും സർവനിയന്താവും സർവലോക പരിപാലകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ജീവിതത്തിൽ വലിയ അവസരങ്ങൾ ലഭിക്കുമെന്ന് അറിയിപ്പായി ലഭിക്കുമ്പോൾ ആ അവസരങ്ങളെ തേടി നമ്മൾ നടത്തുന്ന യാത്രകളുണ്ട്. ആ അവസരം എങ്ങനെയെങ്കിലും നേടിയെടുത്ത് അതിൻ്റെ ആളായി മാറാൻ ത്യാഗങ്ങൾ ചിലവഴിക്കുന്ന ആളുകളാണ് നമ്മൾ. ജീവിതത്തിൽ ഒരുപാട് വർഷം ആയുസ് നീട്ടിക്കിട്ടിയപ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഭൗതിക ജീവിതത്തിൻ്റെ ലൗകിക സുഖങ്ങൾക്ക് പിന്നാലെ ഈ ഭൂമിയിലെ ഭൗതിക ജീവിതത്തിൻ്റെ അവസരങ്ങളാണ് എന്നറിഞ്ഞപ്പോൾ നമ്മൾ ഓടിയ ഓട്ടവും നമ്മൾ ചിലവഴിച്ച നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവുമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും. ഒരുപക്ഷെ ഈ ഖുതുബ കേൾക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ചെറിയ പ്രായക്കാരുണ്ട്, കൗമാരക്കാരുണ്ട്, യുവാക്കളുണ്ട്, മധ്യവയസ്കരുണ്ട്, പ്രായം ചെന്നവരുണ്ട്, എല്ലാവരുമുണ്ട്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ആലോചിക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്.
ഒരുപാട് അവസരങ്ങൾ കിട്ടിയപ്പോൾ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ചിലവഴിച്ച നമ്മുടെ ആരോഗ്യവും നമ്മുടെ ആയുസ്സും നമ്മുടെ കഠിനാധ്വാനവുമൊക്കെ. ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനം നിറഞ്ഞ സഹോദരങ്ങളെ, വലിയൊരു അവസരമാണ് നമുക്ക് മുമ്പിൽ വന്നെത്തിയിട്ടുള്ളത്. തൊട്ടടുത്താണ്. അതിൻ്റെ എല്ലാ നന്മകളും സുഹൃതങ്ങളും ഒരു അളവിലും കുറയാതെ നേടിയെടുക്കാനുള്ള പരിശ്രമത്തിന് വേണ്ടി ഒരുങ്ങിയിറങ്ങണമെന്ന് ആവശ്യപ്പെടാനാണ് ഇന്നത്തെ ഈ ഒരു സംസാരം ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിൽ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ ഒരു തയ്യാറെടുപ്പെന്നോണം മനസ്സിലാക്കുകയുണ്ടായി, അറിയുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ കേട്ട കാര്യങ്ങളിലൂടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്ത് മനഃപൂർവ്വം ജീവിതത്തെ ക്രമീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങിയിറങ്ങിയ ആളുകളോട് പറയാനുള്ളത്, ഇതൊരു അവസരമാണ്. റമദാൻ ഒരു അവസരമാണ്. ഈ അവസരം കഴിഞ്ഞാൽ ഒരുപക്ഷെ അടുത്ത റമദാനിന് നമ്മൾ ബാക്കിയായിട്ടില്ല എങ്കിൽ റമദാനിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പഠിപ്പിച്ചതുമൊക്കെ കേൾക്കുമ്പോൾ ഒരു വലിയ ഭയപ്പാടിനെ നമുക്ക് മുമ്പിൽ നമ്മൾ വെച്ച് നീട്ടേണ്ടതുണ്ട്. പടച്ച റബ്ബേ, അടുത്ത റമദാനിൽ ഞാനെങ്ങാനും ജീവിച്ചിരിപ്പില്ല എങ്കിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയധികം മഹത്വങ്ങൾ പറഞ്ഞ ഒരു റമദാൻ കൂടെ എന്നിൽ നിന്ന് കടന്നുപോയിട്ട് എനിക്കൊരു മാറ്റവും സംഭവിച്ചില്ല എങ്കിൽ പിന്നെ എന്തർത്ഥമുണ്ട് എൻ്റെ ഈ ജീവിതത്തിന് എന്ന് ചിന്തിക്കേണ്ട ഒരു സുപ്രധാനമായ സമയമാണ്. ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നന്മകൾ വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ്. നമ്മുടെ ഈ സാമൂഹിക അന്തരീക്ഷം തിന്മകളാൽ കലുഷിതമായൊരു സാഹചര്യത്തിൽ ഏത് സമയത്തും ഒരാൾ തെന്നി വീഴാൻ, തന്റെ കാല് പതറാൻ വളരെ ചാൻസ് കൂടുതലുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നന്മക്ക് മുൻതൂക്കം നൽകി കുറച്ചൽപ്പം ആളുകളെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരുടെ സഞ്ചാരം നടത്തും. അവരുടെ സമയം അതിനുവേണ്ടി അവർ വിനിയോഗിക്കും. അവരുടെ കഠിനാധ്വാനം അതിനുവേണ്ടി അവർ ചെലവഴിക്കും. അങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ ഉൾപ്പെടുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയേറെ ഗൗരവത്തോടെ റമദാനാണെങ്കിലും അല്ലെങ്കിലും നമ്മോട് ചെയ്യരുത് എന്ന് പറഞ്ഞ, അള്ളാഹു നിഷിദ്ധമാക്കിയ, അള്ളാഹുവിന്റെ ദീൻ ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണമെന്നതാണ് രണ്ടാമത്തെ കാര്യം. ഹറാമുകളോട് പൂർണ്ണാർത്ഥത്തിൽ വിട പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ മാസത്തിന്റെ മഹത്വം അറിഞ്ഞ് അതിനെ ഉപയോഗിക്കുവാൻ, അതിനെ ഉപയോഗപ്രദമാക്കുവാൻ ഒരുങ്ങിയിറങ്ങേണ്ടതുണ്ട് എന്നതാണ് ആദ്യമായിട്ട് തന്നെ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിന്റെ പവിത്രതയിൽ ഒരുപാട് കാര്യങ്ങളെ സന്നിവേശിപ്പിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് നമുക്ക് കാണാം. ലോകത്ത് കടന്നു വന്ന അമ്പിയാക്കന്മാർക്ക് വേദഗ്രന്ഥങ്ങൾ കൊടുത്തപ്പോഴെല്ലാം അത് നൽകിയത് റമദാൻ എന്ന മാസത്തിലായിരുന്നു. മഹാനായ സ്വഹാബി വാസില ഇബ്നുൽ അസ്ഖഅ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ആ സംഭവം പറയുന്നു. അതിന്റെ അവസാന ഭാഗത്ത് പറയുകയാണ്, വഉൻസിലൽ ഫുർഖാനു ലി24 ഖലത് മിൻ റമളാന. റമളാനിൽ 24 ദിവസം പിന്നിട്ട് 24ാമത്തെ ദിവസം പിന്നിട്ടിട്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റിടങ്ങളിലൊക്കെ പറഞ്ഞത്, തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിലൊക്കെ പറഞ്ഞതുപോലെ ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ എന്ന മാസത്തിലാണ് ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജീവിതത്തിന്റെ പരമാർത്ഥം, ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി അവിടെയും അല്ലാഹു പറയാതെ പോയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ അവതരിപ്പിച്ചത് ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് സന്മാർഗം പഠിപ്പിക്കുന്ന ഗ്രന്ഥമായിട്ടാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സന്മാർഗത്തിന്റെ അൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനത്തിന്റെ ബയ്യിനാത്തുകൾ, തെളിവുകൾ, വ്യക്തമായ കാര്യങ്ങൾ, വിശദീകരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു പറയുന്നു വൽ കിതാബിൽ മുബീൻ, ഈ വ്യക്തമായ വേദഗ്രന്ഥത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അത് പഠിപ്പിക്കുകയാണ്. ഈ ഗ്രന്ഥത്തിലൂടെ ഞാൻ നിങ്ങളെ താക്കീത് ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനൊരു ലക്ഷ്യം നിങ്ങൾ നിർണ്ണയിക്കേണ്ടതുണ്ട്. ആ ലക്ഷ്യം എന്തായിരിക്കണമെന്നതിനെ കൃത്യമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പഠിപ്പിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അതിനെ നിങ്ങൾ സ്വീകരിക്കണം. അത് തന്നെയാണ്. ഒരു റമദാൻ കൂടി കടന്നു വരികയാണ്. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ വ്യവസ്ഥകൾ, നമ്മുടെ ജീവിതത്തിന്റെ ക്രമീകരണങ്ങൾ, നമ്മൾ പ്ലാനാക്കി വെച്ച കാര്യങ്ങൾ എന്തെല്ലാമാണ്? എല്ലാ മാസവും കടന്നു പോകുന്നത് പോലെ ഒരു മാസവും കടന്നു പോവുകയാണ് എന്നതാണോ നമ്മുടെ രീതിയെങ്കിൽ എന്തർത്ഥമുണ്ട് നമ്മുടെ ഈ ജീവിതത്തിന്?
ഒരുപക്ഷെ ഒരു ആവർത്തി നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ വലിപ്പം നമ്മുടെ മനസ്സിൽ അത് വളർന്ന് വലുതായിക്കൊണ്ടേയിരിക്കണം. ഈ റമദാൻ മാസത്തെ അള്ളാഹു എല്ലാ അർത്ഥത്തിലും അനുകൂലമാക്കി നമുക്ക് നൽകാമെന്ന് പറഞ്ഞിട്ട് 1400 വർഷങ്ങൾക്കപ്പുറം അള്ളാഹുവിന്റെ റസൂൽ ഇത് പഠിപ്പിച്ചു പോയിട്ട് ജീവിതത്തിൽ വലിയ ആയുസ് കിട്ടിയിട്ട് നമുക്ക് ജീവിക്കാനുള്ള ദിനരാത്രങ്ങൾ ജീവിതത്തിൽ ലഭിച്ചിട്ട് നമ്മൾ എന്ത് പ്ലാൻ അതിനുവേണ്ടി ഒരുക്കി വെച്ചു? എല്ലാ റമദാനിലും ഇത് തന്നെയായിരിക്കും പറയാനുള്ളത്. പക്ഷേ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് തുലനം ചെയ്താൽ എന്റെ കഴിഞ്ഞ കാലത്ത് റമദാൻ മാസങ്ങൾ എങ്ങനെയായിരുന്നു നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു മാറ്റവുമില്ലാത്തൊരു സഞ്ചാരമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇത് വലിയ അപകടത്തിലേക്കുള്ള സഞ്ചാരമായിരിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിനോട് പറഞ്ഞു പഠിപ്പിക്കുകയാണ് വേണ്ടത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, അള്ളാഹുവിന്റെ കാരുണ്യത്തെ അള്ളാഹു തുരുതുരാ വർഷിപ്പിക്കുന്ന വല്ലാത്തൊരു പ്രത്യേകതയുള്ള മഹത്വമുള്ള ഒരു മാസമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസിൽ ഉദ്ധരിച്ച് നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇദാ ദഖല റമളാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന, അള്ളാഹു സ്വർഗ്ഗത്തിന്റെ ആ എല്ലാ അർത്ഥത്തിലും സുഖങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗത്തിന്റെ വാതായനങ്ങൾ തുറന്നു വെക്കുമെന്നാണ് പറഞ്ഞത്. വഗുല്ലിഗത് അബ്വാബു ജഹന്നം, നരകത്തിന്റെ വാതിലുകൾ അള്ളാഹു കൊട്ടിയടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വസുൽസിലതി ശയാതീൻ, നമുക്ക് വലിയൊരു വിപത്ത് തന്നെയാണ് ശൈത്താൻ. നമ്മുടെ മുഖ്യ ശത്രുവാണ് ശൈത്താൻ. എല്ലാ സമയത്തും നമ്മെ പ്രയാസപ്പെടുത്തി നമ്മുടെ പിന്നാലെ വന്ന് നമ്മുടെ പിറകെ വന്ന് നമ്മോട് ദുർബോധനങ്ങൾ നടത്തി നമ്മെ വഴിതെറ്റിപ്പിക്കുവാൻ നമ്മുടെ കൂടെ സദാസമയവും ഉണ്ട് എന്ന് പറഞ്ഞത് അതൊരു വല്ലാത്ത വാക്കാണ്. വല ഉഗ്ദിയന്നഹും അജ്മഈൻ, ഞാൻ അവരെ ആഗമാനം വഴിപിയപ്പിച്ച് കളയുമെന്നാണ് ശൈത്താൻ എടുത്ത വാക്ക്. ആ ശൈത്താനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചങ്ങലകളിൽ ബന്ധിച്ചിരിക്കുന്നു. വസുൽസിലതി ശയാതീൻ എന്നാണ് പറഞ്ഞത്. മറ്റു ഹദീസിൽ കാണാം, റമളാനായി കഴിഞ്ഞാൽ ഫുതിഹത് അബ്വാബുർ റഹ്മ, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ വാതായനങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. വഗുല്ലിഗത് അബ്വാബു ജഹന്നം, നരകത്തിന്റെ വാതിലുകൾ അല്ലാഹു കൊട്ടിയടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശൈത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ദിയാക്കി വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയുക എന്നത് തന്നെയാണ്. ഒരു അനുകൂലമായ ഒരു സാഹചര്യം വേണമല്ലോ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ. അവൻ തിരക്ക് പിടിച്ച സാഹചര്യങ്ങളിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അല്പം തിരക്കിലാണെന്ന് പറയുന്നവരാണ് നാം ഓരോരുത്തരും. അതൊരനുകൂല സാഹചര്യമല്ല എന്നതുകൊണ്ടാണ്. ഇവിടെ നമ്മുടെ വിഷയം നമുക്ക് നന്മ ചെയ്യാൻ നമ്മുടെ മനസ്സിനെ അതിനെ പാകപ്പെടുത്തി വെക്കേണ്ട ഒരു അനുകൂലമായ സാഹചര്യം നമുക്ക് ലഭിക്കുക എന്നത് തന്നെയാണ്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്വാനിന്റെ മന്ത്രണത്തെ നമ്മിൽ നിന്ന് മാറ്റിവെച്ച് നമുക്ക് നന്മയിലേക്ക് കൂടുതൽ കൂടുതൽ പ്രയാണം നടത്തുവാൻ അവസരം തന്നിട്ട് നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിയിറങ്ങിയില്ല എങ്കിൽ പിന്നെ ഏതൊരു സമയത്തെയാണ് മനുഷ്യൻ തേടുന്നത്? റമദാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പറയുന്ന പണ്ഡിതന്മാരൊക്കെ പറയുന്നു, റമദാനല്ലാത്ത മറ്റൊരു സമയത്തെ മനുഷ്യൻ അവന്റെ സന്മാർഗത്തിന് വേണ്ടി, അവന്റെ നന്മയുടെ പ്രയാണത്തിന് വേണ്ടി, അവന്റെ എല്ലാ ഉയർച്ചകൾക്കും വേണ്ടി ആക്കം കൂട്ടുവാൻ കരുതുന്നുണ്ടോ, കാത്തിരിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മനസ്സിനെ നമ്മൾ ഒരുക്കി ഇറക്കേണ്ടതുണ്ട് എന്നതാണ്. ഈ റമദാൻ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഏറ്റവും പ്രധാനമായി നമ്മളൊക്കെ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ തിന്മകൾ നമുക്ക് ഒന്നും ബാക്കിയില്ലാതെ അള്ളാഹുവിന്റെ കോടതിയിൽ കടന്നു ചെല്ലണം എന്നത് തന്നെയാണ്. മുസ്ലിമായ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നിർബന്ധമാക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചും പണ്ഡിതന്മാർക്ക് പറയാനുള്ളത്, തിന്മകൾ അയാളുടെ ജീവിതത്തിൽ പരലോകത്ത് കടന്നു വരുമ്പോൾ ബാക്കിയായാൽ ആ തിന്മകൾക്ക് പരിഹാരം നരകമാണ് എന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സംബന്ധിച്ച് അത്രയും ഗൗരവത്തിൽ നമ്മെ ഉണർത്തിയത്. ഈ റമദാനിന്റെ ഒരു പ്രത്യേകതയിലും അത് കടന്നു വരുന്നുണ്ട് എന്നതാണ്. വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക കുല്ല ലൈലത്തിൻ. റമദാനിന്റെ എല്ലാ രാത്രികളിലും നടന്നുകൊണ്ടുപോകുന്ന ഒരു പ്രോസസിംഗ് എന്താ അറിയോ? അള്ളാഹു നരകത്തിൽ നിന്ന് അവന്റെ തീരുമാനത്തിൽ നരകത്തിലേക്ക് പോകണമെന്ന് എഴുതി വെച്ച ആളുകൾക്ക് മോചനം നൽകുന്നു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഭാഗ്യം നമുക്ക് നൽകിയില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കുക. ഒരു ബുദ്ധിമാന്റെ പ്രയോഗം എങ്ങനെയായിരിക്കും, അവൻ എങ്ങനെയായിരിക്കും ഇതിനെ ഉപയോഗിക്കുക എന്നത് നമ്മൾ ചിന്തിക്കുക. അത്തരുണത്തിൽ നമ്മൾ ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഒരു പാപവും നമ്മിൽ ഇനി ബാക്കിയാകരുത്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് അതിന്റെ ചവിട്ടുപടികൾക്ക് ചവിട്ടി കയറുമ്പോൾ ആമീൻ 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 എന്ന് 3 തവണ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനാണത് പറഞ്ഞത് എന്ന് മനസ്സിലാകാത്ത സ്വഹാബികൾ ചോദിച്ചപ്പോൾ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഒരാൾക്ക് റമദാൻ കിട്ടി എന്നതാണ്.
എന്നിട്ട് ഫലം യുഗ്ഫർ ലഹു ദംബുഹു, അവന്റെ പാപങ്ങളൊന്നും അവന് മായ്ക്കപ്പെട്ടില്ല. ഒരു റമദാൻ എന്ന അനുകൂലമായ സാഹചര്യം ലഭിച്ചിട്ടും അവന്റെ പാപങ്ങൾ ബാക്കിയായില്ലത്രേ. അവന് വീണ്ടും പാപങ്ങൾ അവന്റെ ലിസ്റ്റിൽ, അവന്റെ കരടിലുണ്ട് എന്നതാണ് അവന്റെ അവസ്ഥയെങ്കിൽ അവൻ നശിക്കട്ടെ. റഗിമ അൻഫു, അവൻ മൂക്കുകുത്തി നരകത്തിലേക്ക് വീഴട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ അതിന് ആമീൻ പറഞ്ഞതാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് കൊടുത്ത മറുപടി. നമ്മുടെ പാപങ്ങൾ ബാക്കിയായി എന്ത് ധൈര്യമുണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിനെ നമുക്ക് കണ്ടുമുട്ടാൻ? പാപങ്ങൾ ചെയ്യുക എന്നത് മനുഷ്യന്റെ പ്രകൃതിയിൽ സംഭവിച്ചു പോകുന്നതാണ്. അത് സംഭവിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. അത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സംഭവിച്ചേക്കാം, സംഭവിച്ചിട്ടുണ്ടാകും. നാലാളുകളോട് വിളിച്ചു പറയാനല്ല, പാപങ്ങൾ കൊണ്ട് അഭിമാനം കൊള്ളാനല്ല. അള്ളാഹു സൂക്ഷിക്കട അള്ളാഹുവിനെ എന്ന് പറയുമ്പോൾ തെറ്റിൽ അഭിമാനം കൊള്ളാനല്ല. നമ്മൾ അള്ളാഹുവിന്റെ സ്വർഗത്തെ ആഗ്രഹിക്കുന്ന, അതിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനെ പുൽകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകും, നമ്മുടെ മനസ്സിന്റെ തേട്ടമായിരിക്കും എന്ത്? പാപങ്ങളില്ലാതെ അള്ളാഹുവിന്റെ കോടതിയിൽ കടന്നു വരിക എന്നുള്ളത്. മഹാനായ പണ്ഡിതൻ ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മനുഷ്യന്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ വിശദീകരിക്കുന്നിടത്ത് ഈ വിഷയം പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖബറിലേക്ക് കൊണ്ടുവന്നൊരു വ്യക്തിയെ ഖബറിലെ പ്രയാസങ്ങൾ സഹിക്കവയ്യാതെ അവന്റെ ബുദ്ധിമുട്ടുകൾ കണ്ട് അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. വീണ്ടും അവന്റെ പാപങ്ങൾ ബാക്കി. പരലോകത്തെത്തുമ്പോൾ പരലോകത്തെ ബുദ്ധിമുട്ടുകൾ കണ്ട് അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വീണ്ടും അവന്റെ പാപങ്ങൾ ബാക്കിയാകുന്ന ഒരു ഘട്ടമാണ്. അങ്ങനെ അവന്റെ പാപങ്ങളെ പിന്നെ കരയിച്ച് കളയാൻ സാധിക്കുന്നത് നരകത്തിന് മാത്രമാണെന്നാണ്. ഫമാ അസ്ബറഹും അലന്നാർ, നിങ്ങൾക്ക് നരകത്തെ സഹിക്കാൻ സാധിക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലാണ് പറയുന്നത്. നരകത്തിന്റെ പ്രത്യേകത എന്താണ്? അല്ലാഹു വീണ്ടും വീണ്ടും വേദന നൽകുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ ശരീരത്തിന്റെ തൊലിയെ അല്ലാഹു വലിയൊരു ഭീകരമായ അവസ്ഥയിലേക്ക് അല്ലാഹു നരകത്തിലേക്ക് എത്തിച്ചിട്ടും ആക്കി തീർക്കുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മുടെ ശരീരത്തിന് വേദന അനുഭവിപ്പിക്കാൻ വേണ്ടി അല്ലാഹു വല്ലാത്തൊരു സിസ്റ്റം നരകത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഈ ശിക്ഷ അനുഭവിക്കാൻ സാധിക്കില്ല. അതിങ്ങനെ നരകം അതിന്റെ ശിക്ഷ ഇങ്ങനെ ഒരാളുടെ ശരീരത്തിൽ ഇങ്ങനെ ഏൽപ്പിക്കുമ്പോൾ അവന്റെ ശരീരം അത് കരയിച്ച് കളഞ്ഞ സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും അള്ളാഹു അതിന് പുതിയൊരു തൊലി നൽകുകയാണ്, വീണ്ടും വേദന അനുഭവിപ്പിക്കുകയാണ്. മരണമില്ല. അതുകൊണ്ടാണ് നരകത്തിലെ ആളുകൾ പറയുന്നത് നരകത്തിന്റെ കാവൽക്കാരനായ മലക്കിനോട് ഞങ്ങളെ ഒന്ന് മരിപ്പിച്ചു തരുമോ എന്നത്. ഈ നരകത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് റമദാൻ കാര്യമല്ലേ? റമദാൻ ഒരു അവസരമല്ലേ? റമദാൻ ഒരു നേട്ടമല്ലേ? റമദാനിനെ ഉപയോഗപ്പെടുത്താനുള്ള എല്ലാ ശ്രദ്ധയും വകതിരിവും അവന്റെ കയ്യിൽ ഉണ്ടാവുകയില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക. സ്വഹാബികൾ കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് വ്യക്തികളുടെ സംഭവം പറയുകയാണ്. കഠിനാധ്വാനം ചെയ്യുന്ന രണ്ട് വ്യക്തികളിൽ ഒരാൾ യുദ്ധം ചെയ്ത് ജിഹാദ് ചെയ്ത് മരണപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടായി. മറ്റൊരു വ്യക്തി സാധാ മരണവും. യുദ്ധം ചെയ്ത് മരിച്ച വ്യക്തിക്ക് അയാളുടെ മരണത്തിനപ്പുറത്തൊരു വർഷം കഴിഞ്ഞിട്ടാണ് മറ്റേ വ്യക്തി മരണപ്പെടുന്നത്. ഈ സംഭവം നമുക്കറിയും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തിന്റെ ഒടുവിൽ പറയുന്നുണ്ട്, ആദ്യം പ്രവേശിച്ച വ്യക്തി സാധാരണ മരണം വരിച്ച വ്യക്തിയാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ സ്വഹാബികൾക്ക് അത്ഭുതമായി. യുദ്ധം ചെയ്തിട്ട് കഠിനാധ്വാനം ചെയ്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ വ്യക്തിയാണോ രണ്ടാം സ്ഥാനത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്? സ്വർഗത്തിന്റെ കവാടത്തിൽ നിന്ന് സ്വഹാബി കണ്ട കാഴ്ച സ്വപ്നം പ്രവാചകന്റെ മുമ്പിൽ വിശദീകരിച്ചപ്പോൾ ഈ സംഭവത്തെ ചൊല്ലി പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന് ഇവർ ഈ കാര്യം വിശദീകരിക്കുമ്പോൾ പ്രവാചകൻ ചോദിക്കുന്ന ചോദ്യം, മിൻ അയ്യി ദാലിക തഅജബുൻ, എന്താ നിങ്ങൾ അത്ഭുതം കൊള്ളുന്നത്? അപ്പോൾ പ്രവാചകന്റെ മുമ്പിൽ വിഷയം പറയുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അടരാടി പോരാടി മരണപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ മരണത്തിനപ്പുറത്തൊരു വർഷം കഴിഞ്ഞ് മരണപ്പെട്ട സാധാരണ മരണം വരിച്ചൊരു വ്യക്തി സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിച്ചു. പ്രവാചകനെ, അതൊരു അത്ഭുതമല്ലേ എന്ന് പ്രവാചകന്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഈ വ്യക്തി അലൈസ ഖദ് മക്കത ഹാദാ ബഅദഹു സന, ഒരു വർഷം കൂടുതൽ താമസിച്ചിട്ടുണ്ടോ, ജീവിച്ചിട്ടുണ്ടോ? എന്നാൽ പ്രവാചകൻ പറയുന്നുണ്ട്, വ അദ്റക റമളാൻ ഫസോമ, അദ്ദേഹത്തിന് ഒരു നോമ്പ് കിട്ടിയോ, അദ്ദേഹം ഒരു റമളാനിനെ കൂടി പുൽകിയിട്ടുണ്ടോ? കദാ വകദാ മിൻ സജ്ദത്തിൻ ഫിസ്സന, അവൻ സുജൂദ് ചെയ്തു, റമളാനിന്റെ ദിനരാത്രങ്ങളിൽ നന്മകൾ ചെയ്തു, ഖുർആൻ പാരായണങ്ങൾ ചെയ്തു. എന്തിനേറെ റമളാനിന്റെ പകലിൽ ഒരു ലോങ് ടൈമിലുള്ള ഒരു ആരാധനയിൽ അവൻ ഉണ്ടായി. അതാണ് നോമ്പ്. ആ നോമ്പ് അദ്ദേഹത്തിന് ലഭിച്ചു എന്നതാണ് അദ്ദേഹം ആദ്യം സ്വർഗത്തിലേക്ക് പോകാൻ കാരണമാകുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ നമസ്കരിക്കുമ്പോൾ ഏറി വന്നാൽ ഒരു 10 മിനിറ്റ്, അങ്ങനെ നമ്മൾ ചെയ്യുന്ന നന്മകളൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. അതിന്റെയൊക്കെ ടൈം എത്ര സമയം മാത്രമായിരിക്കും? വളരെ കുറഞ്ഞ സമയം മാത്രം. ആ സമയത്ത് മാത്രമേ നമ്മളൊരു ആരാധനയിലുള്ളൂ. എന്നാൽ റമളാനിൽ ഒരു വ്യക്തി
അവന്റെ സുബഹ് മുതൽ അവന്റെ മഗ്രിബ് സമയം വരെ ആരാധനയിലാണ്. അവന്റെ മനസ്സിൽ അല്ലാഹുവിനെ കരുതി ദിക്റുകൾ എടുത്തുകൊണ്ട് തിന്മകളെ കാണുമ്പോൾ അതിനോട് മനസ്സിലെങ്കിലും വെറുപ്പ് പ്രകടിപ്പിച്ച് കൂടുതൽ കൂടുതൽ നന്മ ചെയ്യുവാൻ ഞാനൊരു മാറ്റത്തിന് വിധേയനായവനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു നല്ല സമയം ആരാധനയിൽ നിന്ന് നിൽക്കുന്നൊരവസ്ഥ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ഒറ്റ നോമ്പ് കൊണ്ട് ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, അവന്റെ മുഖത്തെ 70 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് വിദൂരമാക്കി കളയും നരകത്തെ തൊട്ട് എന്നാണ് പറഞ്ഞത്. പണ്ഡിതന്മാർ പലപ്പോഴും പറഞ്ഞു പോകുന്നതാണ്, ഈ ഖബറുകളിൽ കിടക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ ഒരു അവസരം ലഭിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ആഗ്രഹിക്കുക? അവർ പറയുന്ന വാക്കുകളായി അവർ ആത്മകഥം പറയുന്നത്, വലൗ യൗമം മിൻ റമളാൻ, റമദാനിലെ ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ലഭിച്ചാൽ അതായിരിക്കും ഞങ്ങൾക്ക് കിട്ടേണ്ടെന്ന ഞങ്ങൾ ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യം എന്ന് മരണപ്പെട്ടു പോയ ആളുകൾ പറയുമത്രേ. ഒന്ന് ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, എത്ര റമദാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. ഈ റമദാനിലെങ്കിലും ഇതൊരു വലിയ തീരുമാനമായിരിക്കട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചുകൊണ്ട് നമ്മൾ അവന്റെ മാർഗത്തിൽ നന്മകൾ ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് കുറച്ചൊക്കെ പ്രയാസപ്പെട്ടാലും കുറച്ചൊക്കെ നമ്മുടെ മറ്റു കാര്യങ്ങൾ ബുദ്ധിമുട്ടിലായാലും നമ്മുടെ നന്മകളൊന്നും കൊഴിഞ്ഞു പോകാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ റമദാനിനെ വരവേൽക്കുക. അവസാനമായി ഒരു കാര്യം പറയാനുള്ളത്, റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ക്ലിയർ ആയിരിക്കണമെന്നതാണ്. തിന്മകളുടെ വിഷയത്തിൽ എന്താണ് തിന്മ എന്നറിയാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ സ്വഹാബികൾ അതിനെ മനസ്സിലാക്കിയതിന്റെ ഒരു ഭാഗം പറയുകയാണ്. അതിനെങ്ങനെയാണ് അവർ തിരിച്ചറിഞ്ഞിരുന്നത്? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെടുകയാണ്, കൈഫ കുൻതും തസ്തഖ്ബിലൂന റമളാൻ, അല്ലയോ ഇബ്നു മസ്ഊദ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ടയാളല്ലേ? എങ്ങനെയായിരുന്നു പ്രവാചകന്റെ കാലത്ത് റമദാൻ കടന്നു വരുമ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങൾ റമദാനിനെ സ്വീകരിച്ചിരുന്നത് എന്നാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, മാ കാന അഹദുനാ യജ്റഉ അലാ ഇസ്തിഖ്ബാലിൽ ഹിലാലി വഫീ ഖൽബിഹി ദുർറതു ഹിക്ദിൻ അലാ അഖീഹിൽ മുസ്ലിം. എത്ര വ്യക്തമായി അദ്ദേഹം ഈ വാക്ക് പറഞ്ഞിരിക്കുന്നു. റമദാൻ എന്ന മാസത്തിലേക്ക് കാലെടുത്തു വെക്കാൻ ആകാശത്ത് നമ്മൾ കാണുന്ന ഹിലാലിനെ, നമ്മൾ ദർശിക്കുന്ന ഹിലാലിനെ കാണുമ്പോൾ ഞങ്ങളുടെ ആരുടെയും മനസ്സിൽ ഒരു പകയും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു മുസ്ലിമായ സഹോദരനോടും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ റമദാനിനെ വരവേറ്റിരുന്നത് എന്നാണ്. റമദാനിലേക്ക് പ്രവേശിക്കുമ്പോഴും റമദാനല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത തിന്മകളും മനസ്സിലുണ്ടാക്കിയെടുത്ത കോപങ്ങളും മനസ്സിലുണ്ടാക്കിയെടുത്ത വെറുപ്പുകളുമായിട്ടാണ് റമദാനിലേക്ക് പ്രവേശിക്കുന്നത് എങ്കിൽ അങ്ങനെയൊരു റമദാനിന്റെ ആളായി, നോമ്പിന്റെ ആളായി മുന്നോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിക്കുന്നത് എങ്കിൽ എന്ത് കാര്യമുണ്ട് നമ്മുടെ നോമ്പ് കൊണ്ട്? എന്ത് കാര്യമുണ്ട് നമ്മുടെ നോമ്പ് കൊണ്ട്? റമദാനിന്റെ പകലുകളിൽ തിന്മകൾ പറയാതെ വാക്കിൽ ശ്രദ്ധിച്ച് പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അയാളായി മാറുക. അല്ലെങ്കിൽ അള്ളാഹു പറയുന്നു, പ്രവാചകൻ പഠിപ്പിക്കുന്നു, ഫലൈസ ലില്ലാഹി ഹാജ്ജത്തുൻ ഫീ അൻ യദഅ തുആമഹു വശറാബഹു, അവന്റെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടൊരു നോമ്പുണ്ടല്ലോ, ആ നോമ്പിൽ അള്ളാഹുവിന് ഒരാവശ്യവുമില്ല എന്നതാണ്. അതുകൊണ്ട് തിന്മകളോട് സമ്പൂർണമായി വിട പറഞ്ഞ് ഏറിയ നന്മകളിൽ നമ്മൾ പ്രവേശിക്കേണ്ടതുണ്ട്. ഖുർആൻ പാരായണമാണ് മറ്റൊരു കാര്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, പ്രവാചകന് ശേഷം ഈ ലോകത്ത് കടന്നു വന്ന എല്ലാ പണ്ഡിതന്മാരും മഹത്തുക്കളും ഏറ്റെടുത്തൊരു കാര്യം, മറ്റു വിജ്ഞാന ശാഖകളിൽ അവർ ഏതൊക്കെ സമയങ്ങളിൽ വ്യാപൃതരായിട്ടുണ്ടോ അതെല്ലാം മാറ്റിവെച്ച് റമദാനിൽ ഖുർആനിലേക്ക് അവർ തിരിയുന്ന ഒരു അവസ്ഥയുണ്ട്. അത് നമ്മൾ മുഖവിലക്കെടുക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നഷ്ടമില്ലാത്തൊരു കച്ചവടം. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത്ത് വഅൻഫഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയ, പതുക്കെ ആരും കാണാതെ രഹസ്യമായി പരസ്യമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു തന്ന സമ്പത്തിൽ നിന്ന് നാലാളെ സഹായിച്ച്, പാവപ്പെട്ടവനെ സഹായിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ യർജൂന തിജാറതൻ ലൻ തബൂർ, നഷ്ടമില്ലാത്ത ബിസിനസ്സാണ്, കച്ചവടമാണ് അവർ ഇറക്കുന്നത്. അതിലൂടെ അവർ പ്രതീക്ഷിക്കുന്നത് അതാണ്. അതുകൊണ്ട് ഖുർആനിനെ ധാരാളമായി നമ്മൾ പാരായണം ചെയ്യുക, ധാരാളമായി പാരായണം ചെയ്യുക, പാവപ്പെട്ടവരെ സഹായിക്കുക. ഏതെങ്കിലും ഒരർത്ഥത്തിൽ നമ്മൾ അതിന്റെ ആളായി മാറുക. ഇവിടെയുള്ള പൈസക്കാരും സാമ്പത്തിക ശേഷിയുള്ളവരും നൽകേണ്ടതാണ്, അവർ ചെയ്യേണ്ടതാണ് സ്വതക്ക എന്ന മട്ടിൽ നമ്മൾ നിന്ന് പോകരുത്. നമ്മുടെ കൈകളിലുള്ളത് കൊണ്ട് നമ്മൾ കൊടുക്കുക. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്റെ അടുക്കലേക്ക് ഖുർആൻ പഠിപ്പിക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ പ്രവാചകൻ വകാന അജ്വദന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്വതക്കകൾ നൽകുന്ന ഉദാരമതിയായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ എന്ന് ജിബ്രീൽ കാണുന്ന കാഴ്ചയെ ഹദീസിൽ
പണ്ഡിതന്മാർ സ്വഹാബികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് സ്വതക്കകളും ഖുർആൻ പാരായണങ്ങളുമായി നമ്മുടെ മനസ്സിനെ ഒരുക്കി തയ്യാറാക്കി വെക്കുക. നന്മകളിൽ നമുക്കൊന്നും നഷ്ടപ്പെട്ടു പോകരുത്. തിന്മകളിലേക്കുള്ള പ്രയാണം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുക. നന്മയിലേക്ക് കൂടുതൽ നമ്മൾ അടുക്കുവാൻ ശ്രദ്ധിക്കുക. അള്ളാഹുവിനോട് ദുആ ഇരുന്നുകൊണ്ട് ഇതിന്റെ എല്ലാ തൗഫീഖും നേടിയെടുക്കുവാനുള്ള പരിശ്രമം, കഠിനാധ്വാനം, ഒരു ജിഹാദ് തന്നെ നമ്മൾ നടത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ഒന്നാമത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വല്ലാത്ത ഒരുക്കം നമ്മൾ നടത്തേണ്ടതുണ്ട് എന്നതും, നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു നന്മ എന്ന നിലക്ക് ഒന്നുകൂടെ ശ്രദ്ധ പുലർത്തണമെന്നും, ഖുർആൻ പാരായണവും അതുപോലെ തന്നെ ദുആവും ഒക്കെ ശ്രദ്ധിച്ച് ഒരു നല്ലൊരു ജീവിതം ഈ റമളാനിൽ കാഴ്ചവെക്കണമെന്നുമൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. നോമ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമതായി പറയാനുള്ളത്, നോമ്പ് അതൊരു സൽക്രമമാണ് എന്ന നിലക്ക് തന്നെ അതിന് നിയ്യത്തിന്റെ ആവശ്യമുണ്ട്. എല്ലാ സൽക്കർമ്മങ്ങൾക്കും ആവശ്യമായതുപോലെ തന്നെ നമ്മുടെ ഇഖ്ലാസ് അത് സമ്പൂർണ്ണമാകുന്നിടത്താണ് നമ്മുടെ ആരാധനകൾക്ക് അതിന്റെ സമ്പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിലൊക്കെ കാണാം, മല്ലം യുബയ്യത്തി സിയാമ ഫലാ സിയാമ ലഹു. ഒരാൾ നിർബന്ധ നോമ്പിന് ഫജ്റിന് മുമ്പ് നിയത്ത് വെച്ചിട്ടില്ല എങ്കിൽ അവന് നോമ്പില്ല എന്നതാണ്. അതുകൊണ്ട് ഫജ്റിന് മുമ്പ് അയാൾ നിയത്ത് വെച്ചിരിക്കണമെന്നത് അത് പറയലല്ലോ, അത് നമ്മുടെ മനസ്സിലുണ്ടാകലാണ്. എല്ലാ നന്മകളിലും നമ്മൾ സ്വീകരിക്കുന്ന ഒരു സമീപനം നോമ്പിന്റെ കാര്യത്തിലും ഉണ്ട് എന്നതാണ്. അവിടെ നമ്മുടെ ഇഖ്ലാസ്, നമ്മുടെ നിയത്ത് ചോർന്നു പോകാതെ അതിന്റെ ആളായി നമ്മൾ മാറുക എന്നതാണ്. സ്വാഭാവികമായും ഉണ്ടാകുന്ന മറ്റൊരു കാര്യം യാത്രയാണ്, രോഗമാണ്. രോഗികളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടി ചില ആളുകളൊക്കെ നോമ്പെടുക്കുന്ന സാഹചര്യമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിച്ചതൊക്കെ പോലെ നോമ്പ് നോൽക്കേണ്ടത് ആരോഗ്യമുള്ള, അതിന് പ്രായപൂർത്തിയായ, ബുദ്ധിയുള്ള, സലീമായ ശരീരമുള്ള വ്യക്തിയാണ്. ചില ആളുകളൊക്കെ അതിന്റെ കഥകൾ പറയും, ഞാൻ രോഗിയായപ്പോൾ ബുദ്ധിമുട്ടി നോമ്പെടുത്തു. അതിന്റെ ഒരു ആവശ്യം ഇസ്ലാം നമ്മുടെ ആവശ്യപ്പെടുന്നില്ല എന്നതാണ്. ഇസ്ലാം വളരെ കൃത്യമായ ആ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നു എന്നാണ്. ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ രോഗിയാണോ യാത്രക്കാരനാണോ അവൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, നോമ്പിന് ശേഷം അതിനെ നോറ്റ് വീട്ടിയാൽ മതി എന്നതാണ്. പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി നോമ്പെടുത്ത് ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒരു ആവശ്യം ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നില്ല എന്നത് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഖുർആനിൽ അങ്ങനെ തന്നെ പറഞ്ഞു, ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. അപ്പോ കഠിനമായ പ്രയാസങ്ങളൊക്കെ നേരിടുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ യാത്രകളൊക്കെ ഉണ്ടാകുമ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നോമ്പ് ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇത് മനസ്സിലാവും, ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണല്ലോ. നമുക്ക് സാധിക്കുന്നുണ്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ പ്രയാസമൊന്നുമില്ല, എങ്കിൽ നമുക്ക് നോമ്പെടുക്കാം എന്നത് തന്നെയാണ്. അതല്ലാത്ത നിലക്ക് പണ്ഡിതന്മാർ ഇതിന്റെ കർമ്മശാസ്ത്ര ഫിഖിഹിയായ വശങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞത്, അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരാൾ നോമ്പെടുക്കുക എന്നത് മക്രൂഹാണെന്നതാണ്. ഇനി ഒരാൾ ചില സമയത്ത് നോമ്പ് ആ സമയത്ത് അങ്ങനെ ഒഴിവാക്കുന്നത് പോലും മുസ്തഹബിന്റെ ഇനത്തിൽ വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പൊ നമ്മളൊരു പ്രയാസമായിട്ട് ഇത് എടുക്കേണ്ട കാര്യമില്ല എന്നത് തന്നെയാണ് ഖുർആനിന്റെ നെസ്സാണ് ഈ വിഷയത്തിൽ അങ്ങനെ തന്നെ നമ്മോട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്ന്. ഏറ്റവും ശ്രേഷ്ഠമായത് ഒരാൾക്ക് നോമ്പെടുക്കാൻ സാധിക്കുമെങ്കിൽ, വലിയ ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥയിൽ നോമ്പെടുക്കാൻ സാധിക്കുമെങ്കിൽ അയാൾ എടുക്കട്ടെ എന്നത് തന്നെയാണ് എന്നതാണ്. അതല്ലാത്ത ഘട്ടങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ പരിചയങ്ങളിലുമൊക്കെയുള്ള വ്യക്തികളോട് പ്രയാസപ്പെട്ട് നോമ്പെടുത്ത് ബുദ്ധിമുട്ടിലാവരുത് എന്ന കാര്യം നമ്മൾ ഉണർത്തുക, നമ്മൾ സ്വയം അത് മനസ്സിലാക്കുക എന്നതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ നോമ്പിൽ അതിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം പഠിപ്പിച്ചത് അൽ ഇംസാഖു അനി ശുർബി വൽ അക്കൽ എന്നതാണ്. ഭക്ഷണപാനീയങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ആമാശയത്തിന് പോഷകം ലഭിക്കുക എന്നതാണല്ലോ ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. അത് സംഭവിക്കാതിരിക്കുക എന്നതാണ്. അപ്പൊ നമ്മൾ രോഗികളായ ചില ആളുകളൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രോഗമൊക്കെ അവർക്ക് ഉണ്ട്, എന്നാൽ അവർ നോമ്പെടുക്കുന്നുമുണ്ട് എന്ന സാഹചര്യം വരുമ്പോൾ അവരുടെ ആമാശയത്തിന് ഭക്ഷണം കഴിച്ച പ്രതീതി, ഒരു പോഷകം ലഭിക്കുന്ന രൂപത്തിലുള്ള മരുന്നുകൾ, ഇപ്പൊ തുള്ളി മരുന്നുകൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നത് തന്നെ. അല്ലാത്ത നിലക്ക് മൂക്കിലും
ചെവിയിലൊക്കെ ഇറ്റിക്കാനുള്ള തുള്ളിമരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. കാരണം ആമാശയത്തിലേക്കുള്ള പാസേജ് അല്ല മൂക്കും ചെവിയും ഒക്കെ. പണ്ഡിതന്മാർ ഈ വിഷയം അത്ര വ്യക്തമായിട്ട് തന്നെ ചർച്ച ചെയ്തുകൊണ്ടാണ് ആ വിഷയം ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നതാണ്. പിന്നെ ഇല്ലാത്ത വസ്വാസുകളാണ്. സ്പ്രേ അടിക്കാൻ പറ്റുമോ, സുഗന്ധം ഉപയോഗിക്കാൻ പറ്റുമോ, സുറുമ ഉപയോഗിക്കാൻ പറ്റുമോ, ഈ രൂപത്തിലൊക്കെ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിനൊരു അടിസ്ഥാനം എന്താ? നോമ്പിൽ നിന്ന് നമ്മൾ ഏറ്റവും പ്രധാനമായി സ്വീകരിച്ചൊരു മാർഗം എന്താ? ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. അതിന് പകരമാകുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിക്കുമെങ്കിൽ അതിനെ നമ്മൾ ഉപേക്ഷിക്കുക എന്നതാണ്. അതല്ലാത്ത നിലക്ക് നമ്മൾ ആശയക്കുഴപ്പത്തിലേക്ക് പോകേണ്ടതില്ല. മറ്റൊന്ന്, മനഃപൂർവ്വം ഛർദ്ദിക്കുന്ന രീതി എന്നാണ്. ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വിഷയം സൂചിപ്പിച്ചു. മൻ ദറഅഹുൽ ഖൈഉ ഫലൈസ അലൈഹി ഖളാ എന്നാണ്. ആർക്കെങ്കിലും ഛർദ്ദി സ്വാഭാവികമായും വന്നാൽ അവന് പിന്നെ നോമ്പ് നോറ്റ് വിട്ടേണ്ടല്ല, നോമ്പ് തുടർന്നാൽ മതി. എന്നാൽ ഒമൻ ഇസ്തഖാ, ആരെങ്കിലും മനഃപൂർവ്വം ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ ഫൽയഖ്ളി, അവന്റെ നോമ്പ് മുറിയും, അവൻ എന്താക്കണം? ആ നോമ്പിനെ നോറ്റ് വീട്ടേണ്ടതുണ്ട് എന്ന വിഷയമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഗർഭിണികൾ, മുലയൂട്ടുന്ന ആളുകൾ, അവർ ഒരു രോഗികൾക്ക് സമാനരാണ് അവർ. കാരണം ഗർഭിണികളാകുന്ന സാഹചര്യത്തിൽ ശാരീരിക അവശതകൾ അവർ നേരിടും. കുഞ്ഞിന് മുലയൂട്ടുന്ന സാഹചര്യത്തിൽ കുഞ്ഞിന്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത്. മുലപ്പാല് മാത്രം കുടിക്കുന്ന കുട്ടികൾക്ക് മറ്റൊന്നും ഭക്ഷണമായി നൽകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഗർഭിണികളായ മുലയൂട്ടുന്ന സ്ത്രീകൾ ബുദ്ധിമുട്ടി നോമ്പ് നോൽക്കുന്നൊരു ഘട്ടം ഉണ്ടാകരുത്. അവിടെ ഒന്നാമതായി നമ്മൾ പരിഗണിക്കുന്ന നമ്മുടെ കുഞ്ഞിന്റെ ആരോഗ്യമാണ്, മറ്റൊന്ന് നമ്മുടെ ആരോഗ്യമാണ് എന്നതാണ്. അർത്ഥത്തിൽ നോമ്പിനെ ആ സമയത്ത് ഉപേക്ഷിച്ച് മറ്റൊരു സമയത്ത് അതിനെ നോറ്റ് വീട്ടുന്നൊരു ഘട്ടം കാണുക എന്നതാണ്. അതുപോലെ നോമ്പിനെ ദുർബലപ്പെടുത്തുന്ന മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഒരു സമ്പൂർണ്ണമായി ഞാൻ എൻ്റെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചത് അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന അർത്ഥത്തിൽ, അതുകൊണ്ട് അള്ളാഹു എനിക്ക് ഇതിന് പ്രതിഫലം തരും എന്ന ഉദ്ദേശത്തോടുകൂടെ കൃത്യമായി നോമ്പിനെ വരവേറ്റുകൊണ്ട്, നോമ്പിനെ നോറ്റുകൊണ്ട് അതിനെ ഒരു സന്തോഷത്തിന്റെ സുദിനങ്ങളാക്കി, നന്മകളുടെ പ്രയാണത്തിലേക്കുള്ള കൂടുതൽ പ്രയാണത്തിലേക്കുള്ള അവസരങ്ങളാക്കി മാറ്റുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാനും അടുത്ത റമദാനുകളിൽ സാക്ഷിയാകുവാനുമുള്ള തൗഫീക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലൊക്കെ വന്നു പോയിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറാത്ത രോഗങ്ങളും പ്രയാസങ്ങളുമൊക്കെ അനുഭവിക്കുന്ന ധാരാളം സുഹൃത്തുക്കൾ ഒരു നോമ്പ് വരുമ്പോൾ പോലും ഈ നോമ്പിനെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കാൻ സാധിക്കില്ലല്ലോ എന്ന വ്യാധിയോടെ വേവലാതിയോടുകൂടെ കഴിഞ്ഞുകൂടുന്ന ആളുകൾ, അവരുടെ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ വരുന്നൊരു സഹോദരൻ ഹംസ എന്ന പേരുള്ള വ്യക്തി, അദ്ദേഹം സ്ഥിരമായി നമ്മുടെ പള്ളിയിൽ വരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അസുഖം, അദ്ദേഹം മെഡിക്കൽ കോളേജിലാണെന്ന് പറയുന്നു. അദ്ദേഹത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. റമദാനിലെ ദുആ അല്ലാഹു തള്ളാത്ത പ്രാർത്ഥനയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകമായും പൊതുവായും നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികൾക്കും രോഗികൾക്കും എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥനകൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗികൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ റമദാനിന്റെ അവസരങ്ങളിൽ വലിയ ഖൈറുകളും ബർക്കത്തുകളും അവരുടെ രോഗവും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിക്കൊടുത്ത് ഒരു നല്ല അനുഗ്രഹീതമായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ കടന്നു വന്നു പോയിട്ടുള്ള തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുമാപ്പാക്കി തരുമാറാകട്ടെ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള വലിയ ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതുമൊക്കെ പ്രവർത്തിച്ചു പോയിട്ടുള്ള തിന്മകൾ അല്ലാഹു നമുക്ക് പുറത്ത് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم توفنا مسلمين وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.